CPM-കാർ ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കണം. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. ഞെട്ടിപ്പോവും. അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല വരുന്നുണ്ട് ഇതുമായിട്ട്. അല്ല നോക്കൂ, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. CPM-ന് ഒരു ഭയമില്ലെന്ന് നിങ്ങൾക്ക് CPM-ന് മനസ്സിലായില്ലേ? CPM-ൽ ഒരു ബോംബും വീഴാനില്ല. ബോംബെല്ലാം വീണുകൊണ്ടിരിക്കുന്നതും ഇനിയും വീഴാൻ പോകുന്നതും UDF-ലും കോൺഗ്രസിലും ഒക്കെയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിലാണ്. എന്തിനാ ഇത് നാളെയാക്കുന്നത്? ഇപ്പം തന്നെ നടത്തിക്കൂടായിരുന്നു. എന്തിനാ 2 ദിവസത്തേക്ക് മുന്നറിയിപ്പൊന്നും തരേണ്ട കാര്യമില്ല. അല്ല, ഇതുപോലത്തെ പ്രസ്താവനകൾ കൊണ്ടൊന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ VD സതീശൻ വിചാരിച്ചാൽ സാധിക്കില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ കേരളത്തെ ഞെട്ടിക്കുന്ന ആ വാർത്ത എന്തായിരിക്കും? അധികം അഹങ്കരിക്കേണ്ടെന്ന് പറഞ്ഞത് CPI-നുള്ള താക്കീതാണോ? പാർട്ടിയെ അടിമുടി പ്രതിരോധത്തിൽ നിർത്തിയ രാഹുൽ വിഷയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഈ മുന്നറിയിപ്പുകൾ കൊണ്ട് കോൺഗ്രസിനാകുമോ? VD കേരളത്തെ ഞെട്ടിക്കുമോ അതോ പറ്റിക്കുമോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരുമാണ് ഇന്ന് എൻകൗണ്ടറിൽ എൻ്റെ അതിഥി. റെജി ലൂക്കോസ്, ശ്രീ റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ ഉണ്ട് നമ്മളോടൊപ്പം. മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് പൊടിപ്പാറ, ഒപ്പം തന്നെ മറ്റൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ A സജീവൻ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ VD സതീശൻ യഥാർത്ഥത്തിൽ എന്തുദ്ദേശിച്ചായിരിക്കും ഈ ഒരു ബോംബ് പൊട്ടാനുണ്ട്, അല്ലെങ്കിൽ കേരളത്തെ മൊത്തം ഞെട്ടിക്കാനുള്ള ഒരു വിവരം പുറത്തു വരുന്നു എന്ന് BJP-യും CPM-നെയും നോക്കി പറഞ്ഞത്? ഇതൊരു അസാധാരണമായ ഒരു മുന്നറിയിപ്പും വെല്ലുവിളിയും ഒക്കെയാണല്ലോ. താങ്കൾക്ക് എന്ത് മനസ്സിലായി? ഗോപികൃഷ്ണൻ, ഫുട്ബോൾ ഭാഷയിലാണ് പറയുന്നതെങ്കിൽ ഇതുവരെ ഡിഫെൻസീവായിട്ട് കളിച്ച് തുടർച്ചയായിട്ട് ഗോളുകൾ ഏറ്റുവാങ്ങിയ ഒരു ടീമിൻ്റെ നായകൻ ഇപ്പോൾ കൗണ്ടർ അറ്റാക്കിലേക്ക് കടക്കുകയാണ്. ആ കൗണ്ടർ അറ്റാക്കിൽ എതിർ പോസ്റ്റിൽ ഗോൾ അടിക്കാൻ കഴിയുമോ? അടിച്ചാൽ തന്നെ ഇതുവരെ ഏറ്റുവാങ്ങിയ ഗോളുകൾക്ക് അപ്പുറത്തേക്ക് ഗോളുകൾ അടിച്ചു കയറ്റി വിജയിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ അവിടെ ബാക്കിയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ കണ്ട VD സതീശനെ അല്ല, കഴിഞ്ഞ 2 ദിവസം അല്ലെങ്കിൽ ഇതിനു മുമ്പത്തെ 2 പത്രസമ്മേളനങ്ങളിലും VD സതീശൻ്റെ ശരീരഭാഷ ഒരു പരാജയത്തിൻ്റെയോ അതല്ലെന്നുണ്ടെങ്കിൽ വല്ലാത്ത ഖിന്നനായ അദ്ദേഹം ഒരു മുറിവേറ്റവൻ്റെ അദ്ദേഹത്തിൻ്റെ വീര്യവും കരുത്തുമൊക്കെ ചോർന്നു പോയ ഒരാളുടെ ബോഡി ലാംഗ്വേജ് ആയിരുന്നു, ശരീരഭാഷയായിരുന്നു അദ്ദേഹത്തിൻ്റെ. പക്ഷേ ഇന്ന് ആ ഭാഷ അദ്ദേഹം മാറ്റിപ്പിടിക്കുക. ഇന്ന് വളരെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ആ ഭാഷയിലേക്ക്, ആ കരുത്തിലേക്ക്, വാചാലതയിലേക്കൊക്കെ മടങ്ങി വരുന്നു. ആക്രമണത്തെ, അതായത് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൈക്കൊണ്ട നടപടികളെയൊക്കെ വളരെ ശക്തമായി ന്യായീകരിക്കുന്നു. അതായത് ഇതുപോലെ ആര് നടപടി എടുത്തിട്ടുണ്ട്? CPM-നെ വെല്ലുവിളിക്കുന്നു, BJP-യെ വെല്ലുവിളിക്കുന്നു. ഇതിനപ്പുറത്ത് ഏത് പാർട്ടിയാണ് ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്? അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കി, അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കി, കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷിയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തുന്നു. അദ്ദേഹത്തിന് നിയമസഭയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഏതെങ്കിലും നടപടികളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ഇത്രയെല്ലാം ചെയ്തു കഴിഞ്ഞു. എന്നിട്ടും വീണ്ടും അതായത് അദ്ദേഹത്തെ ആക്രമിക്കുന്നു, രാജി ആവശ്യപ്പെടുന്നു. അതുമാത്രമല്ല, രാജി ആവശ്യപ്പെടുന്നതിനപ്പുറത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് വിത്തുകാളയം കൊണ്ട് ചെല്ലുന്ന BJP സമരം, പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് കടന്നു ചെന്ന് പോലീസ് നോക്കി നിൽക്കെ ആ മുറ്റത്ത് ഉള്ള ചെടിച്ചട്ടികൾ അടക്കം തകർക്കുന്ന SFI പ്രതിഷേധവും കണ്ടു. സ്വാഭാവികമായിട്ടും VD സതീശൻ ഇതിനകത്തുള്ള ആ ലക്ഷ്യം, യഥാർത്ഥ ടാർഗറ്റ് ആരാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ VD സതീശൻ വിചാരിക്കുന്നത് ഇനി വെറുതെ പ്രതിരോധം കൊണ്ട് ഫലമില്ല, ഇനി പന്ത് എതിർ കക്ഷിയുടെ അല്ലെങ്കിൽ എതിരാളികളുടെ കോർട്ടിലേക്ക് ഡ്രിബിൾ ചെയ്ത് എത്തിക്കുകയും എന്നിട്ട് ബോക്സിലേക്ക്, പെനാൽറ്റി ബോക്സിലേക്ക് കടന്ന് ശരിക്ക് ഗൺ ഷോട്ടുകൾ ഉതിർക്കാതെ ഇനി ഒരു പാർട്ടി എന്നുള്ള നിലയിൽ, ഒരു മുന്നണി എന്നുള്ള നിലയിൽ കോൺഗ്രസിനും UDF-നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിൽ നിന്നാണ് ഇന്ന് അദ്ദേഹം പന്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറ്റാക്ക് കൗണ്ടർ അറ്റാക്കായി മാറുന്നത്. ആ കൗണ്ടർ അറ്റാക്കിൽ അദ്ദേഹം പറയുന്നത് എന്താ?
അദ്ദേഹം കൃത്യമായി പറയുന്നു, അധികം അഹങ്കരിക്കേണ്ട, അധികം ഞെളിയണ്ട, വരുന്നുണ്ട്, നിങ്ങൾക്കുള്ളത് വരുന്നുണ്ട്, അത് കേരളം ഞെട്ടും എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട്, എൻ്റെ ശരീരഭാഷ കണ്ടിട്ട് ഇത് അഹങ്കാരമാണെന്ന് ധരിക്കണ്ട. എൻ്റെ ബോഡി ലാംഗ്വേജിൽ അത് അഹങ്കാരം അല്ല, ഞാൻ വസ്തുതയാണ്, അതായത് പറയാനുള്ള കൃത്യമായിട്ട് നടക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. ഞാൻ വെറുതെ വിൺവാക്ക് പറയാറില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറയുന്നു. അതുപോലെ തന്നെ വിത്തുകാളെ ബി ജെ പിക്കാരോട് പറയുന്നു, അതിനെ കൊണ്ടുപോകണ്ട, അഴിച്ചു കൊണ്ടുപോകണ്ട, അവിടെ കെട്ടിയിട്, ആവശ്യം വരും. അതായത് അദ്ദേഹത്തിൻ്റെ, അതായത് സംസ്ഥാന പ്രസിഡന്റ് അല്ല ശ്രീ ജോർജ് പൊടിപ്പാറ, അതായത് ഇതിപ്പോൾ രണ്ടുപേരെ ലക്ഷ്യമിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, CPM-നെയും BJP-യും. ഇവർ രണ്ടുപേരുമാണ് MLA സ്ഥാനം പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിയണം എന്ന ആവശ്യം ഉന്നയിച്ച് സമരരംഗത്തുള്ളതും പ്രതിഷേധത്തിൻ്റെ പാതയിലുള്ളതും. അവരെ വിരട്ടി നിർത്താൻ വേണ്ടി മാത്രം ഉപയോഗിച്ച ഒരു പൊടിക്കൈയായിട്ടാണോ ഈ പരാമർശങ്ങളെ കാണുന്നത്? അതായത് നിങ്ങളുടെ ചില സംഭവങ്ങൾ ഞങ്ങളുടെ കയ്യിലുമുണ്ട്, ചില ബോംബുകൾ പൊട്ടിക്കാൻ ഞങ്ങളെ കൊണ്ടും കഴിയും, നിങ്ങൾ കാത്തിരിക്കും എന്ന് പറയുന്നതിലൂടെ. പിന്നെ മാത്രമല്ല, വിചിത്രമായ ചില കാര്യങ്ങൾ പാർട്ടി അന്വേഷിക്കാൻ തയ്യാറല്ല, അന്വേഷിക്കേണ്ടതായ ഒരു ഔദ്യോഗിക പരാതിയും പാർട്ടിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അതേ പാർട്ടി തന്നെ, അല്ലെങ്കിൽ AICC നേതൃത്വം തന്നെ രാഹുലിനെ തിരിച്ചെടുക്കണമെങ്കിൽ നിരപരാധിത്വം തെളിയിക്കണമെന്ന് പറയുന്നു. അതായത് കുറ്റം ചെയ്തതായി പാർട്ടി കണ്ടെത്തിയിട്ടില്ല, കുറ്റം ചെയ്തു എന്ന് പാർട്ടി കരുതുന്നുമില്ല, നടപടി ഒരു ഭാഗത്ത് എടുക്കുന്നുണ്ട്, AICC പറയുന്നു നിരപരാധിത്വം തെളിയിക്കണമെന്ന്. എന്ത് കാരണം പറഞ്ഞാണോ MLA സ്ഥാനത്ത് തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുവദിച്ചിരിക്കുന്നത്, അതേ കാരണം പറഞ്ഞു തന്നെ ഇവിടെ നടപടിയും സ്വീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ വിചിത്രമായ ന്യായങ്ങൾ നിരത്തിയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ രാഹുൽ വിഷയത്തെ കോൺഗ്രസ് നേതൃത്വം കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കൗണ്ടർ അറ്റാക്കിനൊക്കെയുള്ള ഒരു കരുത്ത് പ്രതിപക്ഷ നേതാവിന് എവിടെ നിന്ന് കിട്ടി? ഗോപികൃഷ്ണൻ, ഇതിനകത്ത് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നവർക്കെതിരെ ഇത്രയും ശക്തമായ നടപടി എടുത്തിട്ടില്ല. അവരുടെ MLA സ്ഥാനം സുരക്ഷിതമാണ്, അവരുടെ മന്ത്രിസ്ഥാനങ്ങൾ സുരക്ഷിതമാണ്, അവരിപ്പോഴും മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ധാർമ്മിക അവകാശമുണ്ട് ഞങ്ങളെ ആക്രമിക്കാൻ? ഞങ്ങൾ ആരോപണം ഉന്നയിക്കപ്പെട്ടു, ഒരു FIR ഇല്ല, പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയില്ല, പരാതിക്കാർ വ്യക്തമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. ഇതൊക്കെ ഇല്ലാതിരുന്നിട്ടും ഞങ്ങൾ നടപടിയെടുക്കുന്നു. ആ നടപടി എടുത്തിട്ട് നിങ്ങൾ പറയുന്നു പോരാ 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 എന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്ത് ധാർമ്മിക അവകാശമുണ്ട്? നിങ്ങൾക്ക് എന്ത് സദാചാരം, എന്ത് രാഷ്ട്രീയ സദാചാരം വെച്ചുകൊണ്ടാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പറയുന്നത്? അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ വന്നപ്പോൾ അത് സത്യമാണോ അസത്യമാണോ വസ്തുതാപരമാണോ അതോ അത് വെറും ആരോപണം മാത്രമാണ്? ഇതൊക്കെ നിലനിൽക്കുമ്പോൾ പോലും ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു. വെറും നടപടിയല്ല, വളരെ ശക്തമായ നടപടിയെടുത്തു. പിന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ രാജി എന്ന് പറയുന്നത്, MLA സ്ഥാനം എന്ന് പറയുന്നത് പാർട്ടിക്ക് മാത്രം അങ്ങ് രാജിവെപ്പിക്കുക. അതിനകത്ത് കുറച്ച് സാങ്കേതികത്വങ്ങളുണ്ട്. അത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പോസ്റ്റാണ്. അതിൽ നിന്ന് രാജിവെപ്പിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങളും അതിനകത്ത് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ പെൻഡിങ്ങിൽ വെക്കുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന് പാർട്ടി ആഗ്രഹിക്കുന്ന ഒരു സാങ്കേതികത കൂടി, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ തന്ത്രം കൂടി അതിനകത്തുണ്ടാകാം എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. പക്ഷേ എങ്കിൽ പോലും താങ്കൾ പറഞ്ഞ ചില ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഒരു വശത്തൊരു ആരോപണമില്ല, FIR ഇല്ല, പരാതിയില്ല, പരാതിക്കാരികളില്ല എന്ന് പറയുന്ന അതേ പാർട്ടി തന്നെ എടുക്കാവുന്നതിൻ്റെ മാക്സിമം ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പോലുള്ള പണിഷ്മെൻറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുന്നത്. അതെങ്ങനെ പൊരുത്തപ്പെടും എന്ന ചോദ്യത്തിന് ചില കാര്യങ്ങൾ പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. ശരി, ചില കാര്യങ്ങൾ ഇനിയും പാർട്ടിക്ക് മനസ്സിലാക്കേണ്ടി വരുമെന്ന തിരിച്ചറിവും അവർക്കുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും പരസ്യമായി പറയുന്നില്ല. പക്ഷെ പാർട്ടി പലതും കൃത്യമായി മനസ്സിലാക്കും. ശരി സർ. ശ്രീ A. സജീവൻ സാർ, ഈ ഇന്ന് നടത്തിയിരിക്കുന്ന ഈ വെല്ലുവിളി എത്രത്തോളം ഗൗരവത്തിലാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ കാണുന്നത്? ഇതൊരു അസാധാരണമായ ശരീരഭാഷയോടുകൂടി അസാധാരണമായ രീതിയിലുള്ള ഒരു താക്കീത് മുന്നറിയിപ്പുമൊക്കെയാണ് പ്രതിപക്ഷ നേതാവ്, ഇപ്പോൾ നമ്മുടെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത്, ഇതിന് തൊട്ടു പിന്നാലെ സന്ദീപ് വാര്യർ, അതായത് BJP വിട്ട് കോൺഗ്രസിൻ്റെ ഭാഗമായ സന്ദീപ് വാര്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിന് പിന്നാലെ വന്നിരുന്നു. അതിൽ സന്ദീപ് പറയുന്നത്, കോൺഗ്രസിൻ്റെ മാതൃക പിന്തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, BJP കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ? ഇതാണ് സന്ദീപ് വാര്യറിൻ്റെ വെല്ലുവിളി. ഇപ്പോൾ VD സതീശൻ പറഞ്ഞ, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന കാളയെ, പ്രതിഷേധിക്കാൻ കൊണ്ടുവന്ന കാളയെ അവിടെ BJP ഓഫീസിലേക്ക് കെട്ടിയിട്ടേക്ക്, നിങ്ങൾക്ക് നാളെ അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ, പ്രതിഷേധമായി കൊണ്ടുപോകാൻ ആവശ്യം വരുമെന്ന് പറഞ്ഞതിനെ സന്ദീപ് വാര്യറിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി കൂട്ടിവെക്കേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, CPM-നെതിരെ പറഞ്ഞാണ്, നിങ്ങൾ കാത്തിരിക്കൂ, ഇതാ വരുന്നുണ്ട് 2 ദിവസം, ഞാൻ പറഞ്ഞൊന്നും നടക്കാതിരുന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അകപ്പെട്ടതുപോലെ സമാന സ്വഭാവത്തിലുള്ള ഒരു ആരോപണ ചുഴിയിൽ വീഴാനുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്, സൂക്ഷിച്ചോളൂ എന്ന് CPM-നോട് പറയുകയായിരുന്നു VD സതീശൻ ഇന്ന് ചെയ്തത്.
വി ഡി സതീശൻ ചെയ്യേണ്ടത് തൻ്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ടെങ്കിൽ അതാണ് പുറത്തുവിടേണ്ടത്. ഒരു ഭീഷണിയുടെ സ്വരത്തിൽ നാളെ ഇങ്ങനെ വരും, മറ്റന്നാൾ ഇങ്ങനെ വരും എന്ന് പറയുന്നതിൽ കാര്യമില്ല. വി ഡി സതീശന് ഇത്തരം ഭീഷണികളൊക്കെ ഒരു പക്ഷേ ഈ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. ഈ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ ആ തെളിവ് പുറത്തേക്ക് വരികയാണല്ലോ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരെങ്കിലും ഒരു ഭീഷണി ഉയർത്തുകയല്ലോ ചെയ്തിട്ടുള്ളത്. ഒരു പരാതി വരുന്നു, അതിനുശേഷം തുടർച്ചയായിട്ട് കുറേ പരാതികൾ ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു അലയൊലി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഈ രീതിയിൽ ഞങ്ങൾക്ക് നേരെ നടത്തേണ്ട നിങ്ങൾക്കെതിരെയും നടത്തും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതൊരു കോൺഗ്രസിന്റെ വാദം പരാതികളെ ഇല്ല എന്നാണല്ലോ സജീവൻ സാർ. പരാതികളല്ല, കുറെ വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ കുറെ ശബ്ദ സന്ദേശങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫേസ്ബുക്ക് ടെക്സ്റ്റുകളൊക്കെ വരുന്നു. അല്ലാതെ പരാതി ഔദ്യോഗികമായി എവിടെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണല്ലോ അവരെ പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദവും ആയുധവും ഒക്കെ. അല്ല, തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല എങ്കിൽ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്? എന്തിനാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ഈ രണ്ട് കാര്യങ്ങളും പരാതിയില്ലല്ലോ. സത്യമാണ് അവർ പറയുന്നത്. സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന പോലെ ഒരൊറ്റയാളും പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആരോപണവുമായിട്ട് ഇന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ആരുടെ അടുത്തേക്കോ അങ്ങനെ വന്നിട്ടില്ല. ആ രീതിയിലാണ് എങ്കിൽ ആ ഒരു റിട്ടേൺ പരാതി ഇല്ലാത്ത സംഭവത്തിൽ, ഒരു FIR ഇടാൻ സാധ്യതയില്ലാത്തൊരു സംഭവത്തിൽ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്? അതിനാവശ്യമില്ലല്ലോ. ആരോപണങ്ങൾ പല ആളുകൾക്കെതിരെയും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ആ നേരത്തെ ഉണ്ടായ സന്ദർഭങ്ങളിലൊക്കെ അവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായിട്ട് നമുക്കറിയില്ല. ഇതേപോലെ കോൺഗ്രസ് മറ്റുള്ള CPM-നകത്ത് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്, മറ്റുള്ള പാർട്ടികളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിനകത്ത് തന്നെ ഇതേപോലെ ആരോപണങ്ങൾ നേരിട്ട ജനപ്രതിനിധികൾ വരെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തൊന്നും അവരെ ആരെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടില്ല. അവരാരും സ്ഥാനം രാജിവെച്ചിട്ടില്ല. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ എന്നോടാരും രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല, ഞാൻ രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം എന്തിനാണ് ഒരു കാര്യവുമില്ലാതെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ രാജിവെക്കേണ്ട കാര്യമില്ല. നിയമപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി വാങ്ങാൻ ആർക്കും കഴിയില്ല. ഭരണപക്ഷത്തിന് കഴിയില്ല, മറ്റാർക്കും കഴിയില്ല, കോൺഗ്രസ്സുകാർക്കും പറ്റില്ല. കാരണം അദ്ദേഹത്തിനെതിരെ ഇത് പറഞ്ഞ പോലെ റിട്ടേൺ പരാതിയില്ല. പക്ഷേ പറഞ്ഞ ഓരോ ആളുകളും, ഈ പുറത്ത് പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ കൃത്യമായ കുറേ തെളിവുകളും മറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തന്നെ വോയിസ് ഉണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് തൻ്റേതല്ല എന്ന് പറയുകയും ചെയ്യേണ്ടിയിരുന്നു. ആ ശബ്ദം എൻ്റേതല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു സൂചനയോ ഒരു ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുമാനമോ ഒക്കെ താങ്കൾക്കുണ്ടോ? ആർക്കെതിരെയായിരിക്കും, ഏത് സ്വഭാവത്തിലുള്ള വിവരങ്ങളായിരിക്കും VD സതീശൻ ഈ കേരളത്തെ ഞെട്ടിക്കുന്ന വാർത്തയെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഇല്ല, അങ്ങനെ ആർക്കെതിരെ എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയൊന്നുമില്ല. ഒരു പക്ഷേ ഞാൻ പറഞ്ഞു അതൊരു തള്ളിക്കളയുന്നൊന്നുമില്ല. കാരണം മറ്റു പാർട്ടികളിൽ എല്ലാ ആളുകളും ശുദ്ധന്മാരാണ്, BJP-ക്കാർ ശുദ്ധന്മാരാണ്, CPM-കാർ ശുദ്ധന്മാരാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. നമുക്കറിയാമല്ലോ, ഈ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം അറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ പുതിയ തെളിവുകളുമായിട്ടൊരു പക്ഷേ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സതീശൻ ഇങ്ങനെ ഒരു തരത്തിൽ ഇപ്പോൾ ചെയ്തതുപോലെ ഞാൻ കൊണ്ടുവരും എന്ന് പറയുന്നൊരു ഭീഷണിക്കാര്യം എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയത്തിൽ ശരിയായിട്ട് നിലപാടല്ല. അവർക്ക് കൊണ്ടുവരാം, ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. പക്ഷേ അതേ സമയത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം, രാഹുലിൻ്റെ കാര്യം ക്ലോസ് ചാപ്റ്ററാണ് എന്ന് പറയാം. അത് ക്ലോസ് ചാപ്റ്റർ അല്ലല്ലോ. അതിപ്പോഴും പ്രശ്നത്തിൽ തന്നെയാണല്ലോ. രാഹുൽ എന്ന് പറയുന്ന ജനപ്രതിനിധി, കോൺഗ്രസിൻ്റെ MLA, അദ്ദേഹം സസ്പെൻഷനിലാണല്ലോ. അപ്പോൾ എന്തോ പ്രശ്നമുണ്ടോ? അവിടെ ഒരു അന്വേഷണം നടത്താതിരിക്കുന്നു എന്ന് പറയുന്ന പാർട്ടി തലത്തിലൊരു അന്വേഷണം വേണമല്ലോ. അതില്ല. ഇത് അങ്ങനെ ഉണ്ടായിരിക്കെ പുതിയ തരത്തിലൊരു ആരോപണം. അപ്പോൾ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അതിനെ മറയിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നൊരു കാര്യമാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ അതുപോലും പറയുന്നില്ല. കാരണം നമുക്കങ്ങനെ തള്ളിപ്പറയാൻ വേണ്ടി മറ്റു പാർട്ടികളിലൊക്കെ ശുദ്ധന്മാരാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഒരു പക്ഷേ തെളിവുണ്ടായിരുന്നു. പക്ഷേ ആ തെളിവ് അദ്ദേഹം തെളിവുണ്ട് ഞാൻ എടുത്ത് കാണിക്കുമെന്ന് പറയുന്ന പോലെ അങ്ങനെ കാണിച്ചുകൊണ്ട് വരില്ല. കയ്യിലെ രേഖ കാണിച്ചിട്ട് രേഖയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും ഉള്ള രേഖ എന്താണോ, ഉള്ള തെളിവുകൾ എന്തെല്ലാമാണോ അത് സമൂഹ മധ്യത്തിൽ
അവതരിപ്പിക്കുക എന്നുള്ളതാണ് സതീശൻ ചെയ്യേണ്ടത്. ശരി, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഈ സംഭവങ്ങൾ ഉണ്ടായ ശേഷം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നമ്മൾ അധികം ആളുകൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള, അങ്ങനെ ഞാൻ കരുതുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന്, ആദ്യത്തെ ദിവസം അദ്ദേഹം അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ ആരോപണങ്ങൾ സംബന്ധിച്ച കാര്യം, ഇപ്പോൾ റിനി മാധ്യമങ്ങളെ കണ്ട ശേഷം അദ്ദേഹം, പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങളിൽ പലരും ശ്രമിച്ചത് ഇത് എന്നെ കൂടി ടാർഗറ്റ് ചെയ്യാനാണ്, എന്നെ കൂടി ഉന്നം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളായിരുന്നു നടന്നിരുന്നത്. എന്നെ ഒരു പിതൃസ്ഥാനത്ത് കാണുന്ന, അല്ലെങ്കിൽ പിതൃവാത്സല്യത്തോടു കൂടി എന്നെ കാണുന്ന റിനി ഉന്നയിച്ച ആരോപണങ്ങൾ ഒരു മകളെപ്പോലെ കണ്ട്, ഒരു മകളോട് ഒരു അച്ഛൻ ആ ഘട്ടത്തിൽ എന്താണോ ചെയ്യുന്നത് അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ താക്കീത് ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ്, നിങ്ങൾ എന്നെ കൂടി ടാർഗറ്റ് ചെയ്തതാണെന്ന്. പിന്നീട് പാർട്ടിക്കകത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്ന് വീറോടെ വാദിച്ചവരുടെ കൂട്ടത്തിൽ ഹൃദയവേദനയോടെ നടപടിയെടുത്തു എന്ന് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ VD സതീശനും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. മൂന്നാമത്തെ കാര്യം, ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഹൃദയവേദനയോടെയാണെങ്കിലും ഞങ്ങൾ വളരെ ശക്തമായ നടപടിയെടുത്തു. പിന്നീട് ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് പ്രതിപക്ഷ നേതാവ് മറ്റ് 2 രാഷ്ട്രീയ കക്ഷികളെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ട, നിങ്ങൾക്കെതിരെയുള്ള സാധനങ്ങൾ വരാനിരിക്കുന്നുണ്ട് എന്നത്. അങ്ങനെ ഈ സംഭവങ്ങളിലൊക്കെ അസാധാരണമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ, ചില ശരീരഭാഷ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ കൂടി ടാർഗറ്റ് ചെയ്തിട്ടുള്ള നീക്കങ്ങൾ പാർട്ടിയിൽ നടക്കുന്നുണ്ട് എന്ന ആശങ്കയിൽ നിന്നായിരിക്കും അദ്ദേഹം ഇങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതല്ല, ഇനി എന്തോ കൂടുതൽ ശക്തമായി ഈ പ്രതിഷേധമൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇവരെ തടയിടാൻ സമയമായി എന്നാണോ അദ്ദേഹം കരുതുന്നത്? കാരണം സ്വന്തം പാർട്ടിയിലെ വനിതാ അംഗങ്ങൾ MLA സ്ഥാനം രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് നമുക്കറിയാം. അവിടെയാണ് കോൺഗ്രസ് ഈ ശക്തമായ നടപടി എടുത്തു എന്ന് അവകാശപ്പെടുന്നത്. എങ്ങനെ കാണുന്നുണ്ട് ശ്രീജിത്ത് ഈ കാര്യങ്ങളെയൊക്കെ? ശ്രീ ഗോപികൃഷ്ണൻ, പ്രതിപക്ഷ നേതാവിൻ്റെ എൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുന്നുണ്ട്, ഒന്ന് കട്ട് ചെയ്യണേ. ശ്രീ ഗോപികൃഷ്ണൻ, ഞാനിതിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ശ്രീ VD സതീശൻ്റെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു ബോഡി ലാംഗ്വേജ് അല്ല ഇന്ന് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹം വേട്ടയാടപ്പെടുന്നുണ്ട്, ഒരുപക്ഷെ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് നേരെ ഒളിയമ്പുകൾ ഉണ്ടാകുന്നുണ്ട് എന്നത് വ്യക്തവുമാണ്. കാരണം ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ നേതാക്കന്മാരെല്ലാം ശ്രീ VD സതീശനോട് വളരെയധികം അറ്റാച്ച്ഡ് ആണ് എന്നും അവർക്ക് പാർട്ടിയിൽ വളർന്നു വരുന്നതിനും കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടുന്നതിനും കൂടുതൽ പദവികൾ കിട്ടുന്നതിനുമൊക്കെ അദ്ദേഹം വളരെ ഫേവറബിളായിട്ട് പ്രവർത്തിച്ചു എന്നുള്ള ഒരു ആക്ഷേപം പലപ്പോഴും കോൺഗ്രസിലെ പല ആൾക്കാരും രഹസ്യമായിട്ട് പങ്കുവച്ചിട്ടുമുണ്ട്. അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നത് ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം ഓപ്ഷൻസ് അവിടെ ഉണ്ട് എന്ന കാര്യവും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്വയം ഡിഫെൻഡ് ചെയ്യേണ്ടുന്ന ഒരു ആവശ്യം കൂടി ശ്രീ VD സതീശനുണ്ട്. അത് CPMന്റെ മുന്നിലോ BJPയുടെ മുന്നിലോ അല്ല, മറിച്ച് സ്വന്തം പാർട്ടി നേതാക്കന്മാരുടെ, കോവർക്കേഴ്സിന്റെ, കൊളീഗ്സിന്റെ, പ്രവർത്തകരുടെ മുന്നിൽ തന്നെ താൻ ഒരു കറകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നും താൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു ഫേവററ്റിസം ഇല്ലാത്തതാണ് എന്നുമൊക്കെ സ്ഥാപിക്കുന്നതിന് അദ്ദേഹത്തിന് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ആരോപണം ഉണ്ടാകുന്ന സമയത്ത് പാർട്ടിയെ മൊത്തത്തിൽ ഡിഫെൻഡ് ചെയ്യേണ്ടുന്ന ആവശ്യവും അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിന്റെ ചുമതലയിൽ അദ്ദേഹം ചെയ്യേണ്ടതാണ്, അതിലൊന്നും എതിരഭിപ്രായമില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പക്ഷേ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകരും കേരളത്തിൽ മുമ്പ് പറഞ്ഞിട്ടില്ലാത്തതുപോലെ, അല്ലെങ്കിൽ സതീശനെ പോലെയുള്ള ഒരാൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്തതുപോലെയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നമ്മൾ കേട്ടത്. പൊതുപ്രവർത്തകരെ കുറിച്ച് കൂടുതലായിട്ട് പെണ്ണുകേസുകൾ വരുന്നു എന്നാണ് പ്രാഥമികമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് BJPയെ കുറിച്ച് പറയുമ്പോൾ കാളയെക്കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. അതൊക്കെ പറയുന്നതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. BJPയുടെ ഒരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെ ആരോപണം വരുന്നു എന്ന നിലയ്ക്കാണ് ശ്രീ സന്ദീപ് വാര്യർ അതിനുശേഷം ഫേസ്ബുക്കിൽ എഴുതിയത്. CPMനെതിരെ ഒരു വലിയ കാര്യമുണ്ടാകുന്നുണ്ട്, അത് ഞെട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളാണ് നാളെ രാവിലെ 10 മണിക്ക് കേരളം ഞെട്ടും എന്നൊക്കെ ചില വാർത്തകളുടെ ടീസറുകൾ എടുക്കുക. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. അദ്ദേഹം സമയവും സന്ദർഭവും ഒന്നും പറഞ്ഞിട്ടില്ല എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ പുഴുക്കുത്തുകൾ ഏത് പാർട്ടിയിലുണ്ടെങ്കിലും, സ്ത്രീവേട്ടക്കാരായിട്ടുള്ള പ്രെഡേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും അത് പുറത്തു വരട്ടെ, ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് നിലവിൽ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നത്തിന്റെ മെറിറ്റ് ഇല്ലാതാകുന്നില്ല എന്നൊരു കാര്യം കോൺഗ്രസ് ഓർക്കണം. ഇപ്പോൾ CPMലോ BJPയിലോ മോശം പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും എക്സ്പോസ് ചെയ്യപ്പെടണം. പ്രഥമ ദൃഷ്ട്യാ അവരെ സംശയിക്കാവുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ, അവർ പാർട്ടിയുടെ പദവികളിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ജനപ്രതിനിധികളാണോ എങ്കിലോ അവരൊക്കെ തന്നെ രാജിവെക്കണം എന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. ആരോപണം ഉണ്ടാകുന്ന ഘട്ടത്തിലല്ല, പക്ഷെ ആരോപണത്തിനെ
പ്രാഥമികമായി വിശ്വസനീയമാണ് എന്ന് ആൾക്കാർക്ക് തോന്നുന്ന തരത്തിലുള്ള തെളിവുകൾ കൂടി വന്നാൽ. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ്, മുൻകൂട്ടി പറഞ്ഞതിന് ശേഷം ഇനി ആർക്കെങ്കിലും എതിരെ ആരോപണങ്ങൾ വന്നാൽ അതിലെ വിശ്വസനീയത ചോദ്യം ചെയ്യപ്പെടുന്നതിന് കാരണമാകും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. രാഷ്ട്രീയമായി പ്രതിരോധിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു വസ്തുതയുമുണ്ട്. കാരണം ആരും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയോ കോൺഗ്രസിനെതിരെയോ ഇതേപോലെയുള്ള ഒരു ആംഗ്യം ഒന്നും കാണിച്ചതിന് ശേഷമല്ല ഈ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ കൗണ്ടറായിട്ട് ഞങ്ങളിത് നേരത്തെ ശ്രീ പൊടിപ്പാറ പറഞ്ഞതുപോലെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്, ഡിഫൻസിൽ നിന്ന് മാറി ഞങ്ങൾ അറ്റാക്കിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുവരെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഡ്വാൻറ്റേജസ് പൊസിഷൻ എടുക്കാനായിട്ട് മറ്റുള്ള ആൾക്കാർക്ക് പ്രാഥമികമായിട്ട് കഴിയും. അത് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അടുത്തത്, CPM-ഓ BJP-യോ ഇപ്പോൾ കോൺഗ്രസിനെ വിമർശിക്കുന്നത് ജസ്റ്റിഫൈഡ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ കാര്യമുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ പക്ഷത്ത്, ഞാനിപ്പോൾ മുകേഷിലേക്കോ മറ്റുള്ള ആൾക്കാരിലേക്കോ പോകുന്നില്ല, കോൺഗ്രസിന്റെ പക്ഷത്ത് നിന്ന് തന്നെ അവരുടെ MLA-മാരായിട്ടുള്ള മറ്റ് രണ്ടാൾക്കാർ, ശ്രീ എൽദോസ് കുന്നപ്പള്ളിയിലുണ്ട്, ശ്രീ A. വിൻസെന്റ് ഉണ്ട്. ഈ രണ്ടാൾക്കാരുടെയും കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ധാർമ്മികത, അതിൽ FIR ഉണ്ടെന്നറിയാം, കോടതി കേസുണ്ടെന്നൊക്കെ അറിയാം, അതൊന്നുമില്ല എങ്കിൽ പോലും ഈ വിഷയത്തിൽ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ധാർമ്മികത ഉണ്ട് അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടതാണ് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ ഈ ആരോപണങ്ങളിലെ മെറിറ്റിൽ മറ്റേതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യമുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ. ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ, വലിയ നടപടി ഞങ്ങൾ എടുത്തു, ഹൃദയവേദനയോടെ എടുത്തു. അപ്പോൾ അതിന് പറയുന്ന കോണ്ടെക്സ്റ്റ് എന്താണ്? ഔദ്യോഗികമായിട്ടുള്ള പരാതിയില്ല, FIR ഇല്ല, എങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിനെതിരെ ഞങ്ങൾ സാധ്യമായിട്ടുള്ള ഏറ്റവും വലിയ നടപടി എടുത്തു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണത് മഹത്തരമായിട്ടുള്ള നടപടിയാണ് എന്ന് അവർ പറയുന്നത്. പക്ഷെ ഇതേ ചോദ്യം നമ്മൾ അവരോട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ വിശദീകരിക്കാൻ അവർ പാടുപെടും. ഔദ്യോഗിക പരാതി ഇല്ലാതെ, FIR ഇല്ലാതെ ഒരാളിനെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അയാളിനെ എന്തിനാണ് നിങ്ങൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് എന്നൊരു ചോദ്യമില്ലേ? ഇപ്പോൾ നമുക്ക് അയാൾ പാർട്ടിയിലെ ഒരു ചുമതലയിലുള്ള ആളാണെങ്കിൽ ആ ചുമതലയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് നമുക്ക് ആവശ്യപ്പെടാം. അയാൾ ഏതെങ്കിലും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണെങ്കിൽ ആ പൊസിഷനിൽ നിന്ന് മാറി നിൽക്കുക, എന്നിട്ട് വിശദീകരണം തരണം എന്ന് പറയുന്നത് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ രാഹുലിനോടുള്ള ഒരു സ്വാഭാവിക നീതിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ആരായുന്ന സമയത്ത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പോലും അദ്ദേഹത്തിന് വേണ്ട. നേരത്തെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനമല്ല, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിന് പോലും അദ്ദേഹത്തിന് ഇനി യോഗ്യതയില്ല എന്ന് കണ്ടതിന് ശേഷമാണ് പാർട്ടി ഒരുപക്ഷെ ഇനി വിശദീകരണം പോലും ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളിനെ വിമർശിക്കാൻ CPM-ന് അവകാശമില്ലേ? ഇടതുപക്ഷ പാർട്ടികൾക്ക് മൊത്തത്തിൽ അവകാശമില്ലേ? BJP-ക്ക് അവകാശമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ത് മറുപടി പറയും? അപ്പൊ ഇതിൽ പ്രാഥമിക അംഗത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മറ്റൊരു പാർട്ടിയും സ്വീകരിക്കാത്ത നടപടി തന്നെയാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. പക്ഷേ മറ്റുള്ള 2 MLA-മാരുടെ കാര്യത്തിൽ സ്വീകരിക്കാത്ത ധാർമ്മികത ഇതിൽ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഡിഫെൻഡ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല എന്ന് കോൺഗ്രസിന് ആഭ്യന്തരമായിട്ട് ബോധ്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു കൗണ്ടർ നറേറ്റീവിന്, കൗണ്ടർ അറ്റാക്കിന് വേണ്ടിയിട്ട് ഒക്കെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം വരികയാണെങ്കിൽ, അതിന്റെ പേരിൽ നാളെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അതിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ, പ്രാഥമികമായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. അപ്പൊ അതിന് വേണമെങ്കിൽ BJP-ക്കോ അല്ലെങ്കിൽ CPM-നോ ഒക്കെ പറയാം, ഇപ്പൊ ഇന്ന് ഞെട്ടി, ഇന്നേ ഞെട്ടി എന്ന് വേണമെങ്കിൽ അവർ പറയാം. മന്ത്രി ശ്രീ ജോർജ് കുര്യനൊക്കെ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇപ്പൊ തന്നെ ഞെട്ടുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇവർക്ക് പറയാം. പക്ഷെ നാളെ ഈ വിശദീകരണം അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാം സ്വീകരിക്കുന്ന നിലപാട് ഒന്ന് തന്നെയാണ്. കാരണം ഇവിടെ സ്ത്രീകൾ ഏതെങ്കിലും തരത്തിൽ ഇരയാക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ പൊസിഷനിൽ ഇരിക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവരോട് ഏത് രീതിയിൽ പെരുമാറുന്നു എന്നത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ഈ നടപടികളിലൊന്നും ഒരു അസ്വാഭാവികത ഞാൻ കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു വാർത്ത പുറത്തുവിടാൻ ഉദ്ദേശിച്ച് തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായിരിക്കുമോ? അതല്ല, ഇനി എന്തെങ്കിലും ആയുധം ഞങ്ങൾക്കെതിരെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്കൂ എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ അതിനെ പ്രേരിപ്പിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്താണ്, ഒന്ന് വിരട്ടിയതായിരിക്കുമോ? അത് വെറുതെ ഒരു വിരട്ടലാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പറയുന്നത് VD സതീശനാണ്. വെറുതെ ഇങ്ങനെ പറഞ്ഞ് അതിൻ്റെ ഒരു പരിസരത്തിൽ കൂടി അങ്ങ് രക്ഷപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റീഷ്യൻ അല്ല അദ്ദേഹം. കോൺഗ്രസിൽ തന്നെ ഒരുപക്ഷെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വളരെ ആർജവത്തോടു കൂടി സംസാരിക്കുന്ന ചുരുക്കം ചില നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അങ്ങനെ വെറുതെ ഒരു വെടിപൊട്ടിച്ചിട്ട് അങ്ങ് പോവുക എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു ആംഗ്യം, ആ ഒരു ജസ്റ്ററിനെ നിങ്ങളൊരു വെല്ലുവിളിയായിട്ട് കരുതണ്ട എന്ന് ആദ്യം പറയുന്നു. പിന്നീട് വേണമെങ്കിൽ നിങ്ങൾ അതിനെ ഒരു താക്കീത് പോലെ, വെല്ലുവിളി പോലെ വേണമെങ്കിൽ കണ്ടോളൂ എന്ന് പറയുന്നു. എന്നിട്ട് ഈ 2 പാർട്ടികളെ കുറിച്ച് പറയുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് അതിൽ വളരെ ക്യൂരിയസ് ആയിട്ട് തോന്നിയത്, ഈ കാളയുമായി ചേർത്തിട്ട് ഈ BJP-ക്കാർ അവിടെ ചെന്ന് നടത്തിയിരിക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടല്ലോ,
അത് ഇനി BJP-യുടെ സംസ്ഥാന അധ്യക്ഷന്റെ വീട്ടിലേക്ക് വേണം നിങ്ങൾ നടത്താൻ എന്ന് പറയുമ്പോൾ ഇതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്നും വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടായിരിക്കാം. അല്ല, അതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. കോൺഗ്രസ് എടുത്തതുപോലെ ഒരു നടപടി BJP-യുടെ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ എടുക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് ധൈര്യമുണ്ടോ എന്ന ചലഞ്ചും ഉണ്ടല്ലോ. അതെ, അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് BJP-ക്കെതിരെ ആയിക്കോട്ടെ CPM-നെതിരെ ആയിക്കോട്ടെ, ഇത് ആരാണ് പറയേണ്ടത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇത് പറയേണ്ടതാണ് അഗ്രീവ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് സത്യത്തിൽ ഈ വിഷയം പറയേണ്ടത്. അതല്ലാതെ VD സതീശനോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ അല്ല സത്യത്തിൽ ഇത് പറയേണ്ടത്. അതല്ലെങ്കിൽ ഈ വിവരങ്ങൾ പുറത്തു വരികയാണ്. പുറത്തു വരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെ നേരിട്ടത് പോലെയാണോ മറ്റുള്ള ആൾക്കാർ നേരിട്ടത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. പക്ഷേ ഇത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതിന് ശേഷം അത് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിന്റെ മെറിറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ ചെയ്യുന്നത്, നോക്കൂ ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളെ ട്രാപ്പ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം വാൺ ചെയ്തതിന് ശേഷം കൊണ്ടുവന്നതാണ് എന്നാണ്. ഒരുപക്ഷെ കോൺഗ്രസിന് കിട്ടാമായിരുന്ന ഒരു അഡ്വാൻറ്റേജ് ശ്രീ VD സതീശൻ കൊണ്ടുപോയി ഇല്ലാതെയാക്കി എന്നാണ് അതിൽ തോന്നുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വിഷയങ്ങളിൽ അദ്ദേഹം കൊണ്ടുവരുന്ന തെളിവുകളിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടട്ടെ. സ്ത്രീലമ്പടന്മാരായിട്ടുള്ള സ്ത്രീപീഡകരായിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരും എക്സ്പോസ് ചെയ്യപ്പെടട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, ഏതായാലും അത് ഈ സ്വഭാവത്തിലുള്ളതാണെങ്കിൽ മാത്രം, അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെളിപ്പെടുത്തലാണോ വരാനിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഏതായാലും ഒരു സൂചന നമ്മുടെ സന്ദീപ് വാര്യർ നൽകിയിട്ടുണ്ട്. BJP കോർ കമ്മിറ്റി അംഗത്തിനെതിരെ ഇതുപോലെ നടപടിയെടുക്കുമോ എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവത്തിലുള്ള ഒരു ആരോപണമായിരിക്കാം സന്ദീപ് വാര്യർ ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നുണ്ടാകുക. പിന്നെ അങ്ങനെയാണെങ്കിൽ അടുത്ത ആകാംക്ഷ എന്നത് CPM-നെതിരെ എന്ത് ആയുധമാണ് ഇവർ കരുതി വെച്ചിരിക്കുന്നത് എന്നതാണ്. ശ്രീ റെജി ലൂക്കോസ്, നെഞ്ചെടുപ്പിൻ്റെ ആവശ്യമില്ല, ബോംബുകളൊക്കെ പൊട്ടിക്കൊണ്ടേയിരിക്കുന്നത് കോൺഗ്രസിലാണ്, CPM-ൽ ഒരു ബോംബും പൊട്ടാനില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ VD സതീശനാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും ആ കേരളത്തെ ഞെട്ടിക്കാൻ പോകുന്ന വാർത്ത എന്ന് അറിയാനുള്ള ആകാംക്ഷ CPM-നും ഉണ്ടാകുമല്ലോ. ഗോപികൃഷ്ണ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നൊരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. സൂക്ഷിച്ചോ, CPI-ക്കും CPM-നും എതിരെ ഒരു ബോംബ് പൊട്ടാൻ വരുമെന്ന് പറഞ്ഞു. തേങ്ങ ഉടയ്ക്കും സ്വാമി എന്നാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളത്. ഇല്ലെങ്കിൽ ജഗദീഷ് ശ്രീമാർ തന്നെ നെടുമുടി വേണുവിൻ്റെ കയ്യിൽ നിന്ന് ആ തേങ്ങയായിട്ട് ഉടച്ചിട്ട് നോക്കുന്നൊരു ചിരിയുണ്ട്, തല പൊട്ടിയെന്നുള്ളവരും. ആ അവസ്ഥയിലേക്ക് പ്രതിപക്ഷ നേതാവ് വീഴുന്നു എന്നത് വസ്തുതയാണ്. ഞാനൊരു സംഭവം പറയാം. ഇതുപോലൊരു ബ്ലാക്ക് മെയിലിംഗ് കഥ ഈ കോൺഗ്രസിന്റെ മൂലയിൽ നിന്നും കേരളം കേട്ട് ഞെട്ടി. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലാണെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം കേരളം ഞടുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തി. എന്താ സംഭവം എന്നറിയോ? വടക്കഞ്ചേരി സ്വദേശിയായ ഒരു ഭാര്യയെയും ഭർത്താവിനെയും പർദ്ദ അണിയിച്ച് മുഖവും മൂടി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക പ്രവർത്തക എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം നടത്തി. അതിൽ പറയുന്നത് എന്താണ്? വടക്കഞ്ചേരിയിലെ CPM-ന്റെ മെമ്പറായ കൗൺസിലറായ ജയന്തൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, വടക്കഞ്ചേരിക്കാർക്ക് രാഷ്ട്രീയ ഭേദമന്യേ താല്പര്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ്, അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാള്. അയാള് അശ്ലീലപരമായിട്ടുള്ള കാര്യങ്ങളെ അയാളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പല രീതിയിലുള്ള വൃത്തികെട്ട കഥകൾ രചിച്ചുകൊണ്ട് ഇവരൊരു പത്രസമ്മേളനം നടത്തി. 10 മിനിറ്റിനുള്ളിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി ഇതുപോലെ തന്നെ ഒരു തന്ത്രം പ്രയോഗിച്ചു. കേരളം ഞടുങ്ങി. ശരിയാ, കേരളം ഞെട്ടിപ്പോയി. കാരണം CPM-ന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലറെ കുറിച്ച് ആരോപണം. തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നു നിൽക്കുക. നിങ്ങൾ നോക്കൂ, അവസാനം അന്വേഷിച്ചപ്പോൾ എന്താ? വടക്കഞ്ചേരിയിലെ BJP-യുടെയും കേരള കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ മാധ്യമങ്ങളോട് പറയുന്നു അതിന്റെ പിന്നിലെ തട്ടിപ്പ് എന്നാണെന്നുള്ളവരും. ആ ചെറുപ്പക്കാരൻ ഈ സ്ത്രീക്ക് 3.5 ലക്ഷം രൂപ വായ്പ കൊടുത്തു അവർക്കൊരു വീട് പണിയാനായിട്ട്. ആ പൈസ ചോദിച്ചപ്പോൾ കൊടുത്തില്ല, വളരെ സ്നേഹപൂർവ്വം ചോദിച്ചു കൊടുത്തില്ല. ആ കൊടുക്കാതിരുന്നത് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീയും ആ പുരുഷനെയും പർദ്ദ അണിയിച്ച് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇതുപോലെ ഒരു അശ്ലീല കഥ ആണോ കേരളത്തിലേക്ക് VD സതീശൻ കൊണ്ടുവരുമെന്നുള്ളവരും ഇപ്പൊ കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് എന്താണ്? ഇവിടെ പൊടിവാർ സാർ ഒരു കാര്യം തുടക്കത്തിൽ പറഞ്ഞു, അത് സത്യമാ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേരിടാത്ത രീതിയിലുള്ള ഗോളുകൾ സ്വന്തം ഗോൾ വലയത്തിലേക്ക് കയറി തകർന്നിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ്, സ്വന്തം വോട്ടർമാരുടെ മുമ്പിൽ പോലും ചോദ്യചിഹ്നമായിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവ് പടയപ്പയിൽ ജഗദീഷ് ശ്രീമാർ ചാടി എണീറ്റ് പടയപ്പ എന്ന് പറയുന്ന പോലെ ചാടി എണീറ്റ് ചവനപ്രാശം കഴിച്ച് ഊർജ്ജം നേടിയിട്ട് പറയുന്ന വാക്കുകൾ എന്താ? സത്യത്തിൽ പൊടിവാർ സാർ അദ്ദേഹത്തിനെ കളിയാക്കുമായിരുന്നു. ഞാൻ സ്നേഹത്തോട് പറയുക, കളിയാക്കുമായിരുന്നു. ഇന്ന് എന്താണ് കേരളത്തിൽ ഈ ഒരു ബോംബ് പൊട്ടിക്കണം? അദ്ദേഹത്തിനകം പൊട്ടിച്ചാൽ പോരെ? ഇനി രണ്ടാമത്തെ കാര്യം പറയാം.
ക്ഷമിക്കണം, രണ്ടാമത്തെ കാര്യമായിട്ട് പറയാം. അദ്ദേഹം ഒരു മൂരിയുടെ വിഷയം ഇവിടെ പറഞ്ഞു. ഒരു മൂരിക്കാളെ കൊണ്ട് അദ്ദേഹത്തിന്റെ വീടിന് ഫ്രണ്ടിലേക്ക് BJP-കാരെ കൊണ്ടുവന്നു. അത് ഞങ്ങളുടെ വിഷയമല്ല, പക്ഷെ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. അത് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാൻ ഉടനെ കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മെച്ചമുണ്ടെന്ന് പറഞ്ഞു. കൺട്രോൾ ഇല്ലാണ്ട് അദ്ദേഹം പറയുക. അങ്ങനെയാണ് ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് വളരെ എളിമയോട് ഒരു കാര്യം ചോദിക്കുക. BJP ദേശീയ തലത്തിൽ ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്ന വാർത്ത എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പടം വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ക്ലോസ് എയ്ഡ് എന്നും പറഞ്ഞുകൊണ്ടാണ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? ഇവർ തമ്മിൽ ക്ലോസ് ആണ്. കഥകൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചാണ്. അങ്ങനെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പരമോന്നത നേതാവിനെ 664 MLA-മാർ ഇന്ത്യയിലുള്ള ഈ കോൺഗ്രസ് പാർട്ടി സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ആ കൂട്ടരും അദ്ദേഹത്തിനെ ദേശീയ തലത്തിൽ അപമാനിക്കാൻ ഈ BJP-ക്ക് വിട്ടുകൊടുത്ത എന്തിനാ? അതിലൊരു MLA മാറ്റി നിർത്തിയാൽ പോരായിരുന്നോ? എന്തിനാണ് അതിന് അദ്ദേഹം മറുപടി പറയണ്ടേ? അപ്പോൾ മൂരിയായിട്ടൊക്കെ വരും, ഇദ്ദേഹം മൂരിയെ കൊണ്ട് തിരിച്ചു ചെല്ലേണ്ട വരും, അവർ മറുപടി കൊടുക്കേണ്ടി വരും. നാണം കെട്ടില്ലേ? ഇനി ദേശീയ മാധ്യമത്തിൽ വന്നൊരു സംഭവം ഞാൻ പറയാം. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് ദേശീയ ചാനൽ, ആ ചാനലിലൊരു ഡിബേറ്റ് നടന്നു. എന്താ ഡിബേറ്റ് എന്നറിയോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും രാഹുൽ ഗാന്ധിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ആങ്കർ ചോദിക്കുന്നു, അവിടെ ഇരുന്ന ആൾക്കാരോട് ചോദിക്കുന്നത് എന്താ, ഹസ്രാസ്, ഉന്നാവോ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കൽക്കട്ട മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടിയെ, ഒരു MBBS വിദ്യാർത്ഥി അല്ല ഒരു ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കേസ്, ഇതിലൊക്കെ കോൺഗ്രസ് ശക്തമായിട്ട് ഇടപെട്ടു. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ ഇവർ വിട്ടുവീഴ്ച രാഹുൽ ഗാന്ധി നടപടി സ്വീകരിക്കാത്ത? അപ്പോൾ വെറും പ്രകടനവും വ്യാജവും അല്ലേ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരെന്ന് ചോദിച്ചു. അപ്പൊ എന്തിനാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആ രീതിയിൽ ഒരു വാർത്ത ചമയ്ക്കാനും മാധ്യമങ്ങളിലൂടെ വേട്ടയാടാനായിട്ടും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ വിട്ടുകൊടുത്തത്? ഇവർക്ക് നടപടി സ്വീകരിച്ചാൽ പോരെ? ഈ വിഷയം കൊണ്ടത് CPM ആണോ? അല്ല, ഇതിനകത്ത് ശ്രീ റെജി ലൂക്കോസ്, എം മുകേഷ് MLA-ക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്ത് അറസ്റ്റ് ചെയ്ത സമയത്തും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് സമാന സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ മറ്റ് കക്ഷിയിൽപ്പെട്ട നേതാക്കൾക്കെതിരെ ഉണ്ടായിരുന്നപ്പോൾ അവരാരും രാജിവെച്ചിട്ടില്ല, അതുകൊണ്ട് രാജിവെക്കേണ്ടതില്ല. മന്ത്രിസ്ഥാനമാണെങ്കിൽ ഞങ്ങൾക്ക് തിരികെ കൊടുക്കാൻ നിരപരാധിത്വം തെളിയിച്ചാൽ, പക്ഷെ MLA സ്ഥാനം അങ്ങനെയല്ലല്ലോ എന്നാണ്. പിന്നെ അപ്പോൾ നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ, ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് CPM, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്നതിൻ്റെ യുക്തി എന്താണ്? ഏറ്റവും ചുരുങ്ങിയത് ഈ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കാനും സസ്പെൻഡ് ചെയ്യാനും ഈ നിയമസഭാ കക്ഷി എന്ന നിലയിൽ അവിടെ നിന്ന് മാറ്റി നിർത്താനും സംസ്ഥാന അധ്യക്ഷ പദവി യൂത്ത് കോൺഗ്രസിൻ്റെ അതിൽ നിന്ന് നീക്കാനുമൊക്കെ അത്രയെങ്കിലും നടപടി കോൺഗ്രസ് എടുത്തില്ലേ? അല്ല, അതിന് മറുപടി പറയണത് ഞങ്ങളോടല്ല. KK രമ MLA, ഉമാ തോമസ് MLA, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, താര ജോസഫ് പോലെയുള്ള അവരുടെ MLA-മാരും വനിതകളോടൊന്നവരോട് അദ്ദേഹം മറുപടി പറയണം. എന്താണ് ബഹുമാനപ്പെട്ട ഉമാ തോമസ് പറഞ്ഞത്? എന്തുകൊണ്ട് ഇയാളെ പുറത്താക്കുന്നില്ല? ഇയാളെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കണം, MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. കേരളത്തിലെ സാമൂഹ്യ മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലും ഇയാളെ കാണാൻ പോലും പാടില്ല. KC വേണുഗോപാലിന്റെ ഭാര്യ എന്താ പറഞ്ഞേ? ഇയാളെ കാണുമ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്ക് ഭയമാണ്. ഷാനിമോൾ ഉസ്മാൻ ഇത് ആവർത്തിച്ചു, പിന്നെ ബിന്ദു പണിക്കർ ഇത് ആവർത്തിച്ചു, KK രമ ഇത് ആവർത്തിച്ചു. ഗോവിന്ദ മാഷോട് പറയുന്നവർ അവരോടൊന്ന് പറഞ്ഞേ, അവര് മറുപടി പറയട്ടെ. ഇയാളെ പുറത്താക്കണോ ഇല്ലയോ എന്നുള്ളത് അവര് ചോദിച്ചില്ലേ? ഞങ്ങളെ ഭാര്യം വിടൂ, ഞങ്ങൾ പ്രതിപക്ഷമാണ്, പലതും പറയും. ഞങ്ങൾ കൊണ്ടുവന്ന ആരോപണമല്ല ഇത്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ CPM കൊണ്ടുവന്ന ആരോപണമല്ല, അവരുടെ തന്നെ പിതാവിനെ പോലെ കാണുന്ന കോൺഗ്രസിനോട് അനുഭവമുള്ള ഒരു കുടുംബത്തിലെ വടക്കംപറവൂരിലെ ഇദ്ദേഹത്തിന് കുടുംബം എന്നുള്ള ഒരു വീട്ടിലെ പെൺകുട്ടി 3.5 വർഷമായിട്ട് പരാതി കൊടുക്കുന്നു. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം തന്നെ പിന്നെ ശല്യം ചെയ്യുന്നു. സാക്ഷാത് പ്രതിപക്ഷ നേതാവിനോട് ഞാൻ എൻ്റെ പിതാവിനെ പോലെ കാണുന്നു, അദ്ദേഹം പറയുന്നു ഞാൻ എൻ്റെ മകളെ പോലെ കാണുന്നു, നടപടി എടുത്തു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ സ്വന്തം വീട്ടിലെ റൂമിൽ ഇറങ്ങി വന്ന് ഈ രാഹുൽ മാങ്കൂട്ടം എന്താ പറഞ്ഞേ? VD സതീശൻ അങ്ങനെ പറഞ്ഞോ? എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആ VD സതീശന്റെ കപട മുഖമാണ് ഈ 2 ദിവസമായിട്ട് അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ഭയം, താൻ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് വന്നിരിക്കുന്നത് നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാ. അതുകൊണ്ട് പടയപ്പായെ പോലെ അദ്ദേഹം ചാടി എഴുന്നേറ്റ് പറയണത് CPM-ന് CPI-ക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അത് എന്ത് ബോംബാണ്? CPM-നും CPI-ക്കെതിരെയല്ല, CPM-നും BJP-ക്കും എതിരെ. ശരി ശ്രീ റെജി ലൂക്കോസ്, ഞാനൊരു ഇടവേള എടുക്കട്ടെ, ഞാൻ തിരിച്ചു വരാം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ജോർജ് പൊടിപാറ. ഈ പാർട്ടിക്കകത്ത് തന്നെ സ്വയം പ്രതിരോധിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ
അഭിമുഖീകരിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ഈ ശരീരഭാഷയിൽ ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ടി വരുന്നത്? രണ്ട്, ഇനി അദ്ദേഹം പറഞ്ഞതുപോലെ കേരളത്തെ നടുക്കുന്ന ഒരു വാർത്ത BJP-യെയും CPM-നെയും പ്രതിരോധത്തിലാക്കുന്ന ഒന്ന് വരാനുണ്ട് എന്ന് കരുതുക. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സംഭവം ഉണ്ടാക്കിയ ഡാമേജ് പരിഹരിക്കാൻ കഴിയും എന്ന് അദ്ദേഹം കരുതുന്നുണ്ടാകുമോ? എന്ത് ധൈര്യത്തിലായിരിക്കും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഭരണകക്ഷിയെയും BJP-യെയും ഇതുപോലെ പ്രശ്നത്തിലകപ്പെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ വെല്ലുവിളിക്കാനും മുന്നറിയിപ്പ് കൊടുക്കാനും താക്കീത് ചെയ്യാനുമൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടാവുക? എന്ത് ധൈര്യത്തിൻ്റെ പുറത്തായിരിക്കും? ഗോപികൃഷ്ണൻ, ഇതിനകത്ത് എൻ്റെ സുഹൃത്ത് ശ്രീ സജീവനും അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി സ്നേഹമുള്ള ശ്രീജിത്ത് പണിക്കരും പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്. ഈ മുന്നറിയിപ്പ് കൊടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം, പക്ഷേ അതിൻ്റെ ശക്തി കുറയ്ക്കുന്നൊക്കെ പറയുന്നതിൽ വലിയ കഥയില്ല. ഈ പൊട്ടുന്ന ബോംബ് എന്തായിരിക്കും എന്നതാണ് പ്രധാനം. ഞാൻ വിചാരിക്കുന്നതും എനിക്ക് ചില സൂചനകൾ, ആ സൂചനകൾ എന്താ അങ്ങനെ ആധികാരികമല്ല, വളരെ എന്താ പറയുക 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നുമല്ല. പക്ഷേ എങ്കിലും ചില സൂചനകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഒരു യുവമന്ത്രിക്കെതിരെയാണ് VD സതീശൻ ഉദ്ദേശിക്കുന്ന പ്രധാന ബോംബ്, CPM-നെ നേരെ ഉദ്ദേശിക്കുന്ന ബോംബ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാകാം, തെറ്റാകാം, എനിക്ക് ഉറപ്പില്ല. ഞാനതിൻ്റെ ആധികാരികതയൊന്നും ഏറ്റെടുക്കുന്നില്ല. പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയാൻ ഞാൻ തയ്യാറല്ല. അതും ഈ ഇതേ സ്വഭാവത്തിലുള്ള കേസുകളായിരിക്കുമോ? അന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുതന്നെയാണ് അതിൻ്റെ ഒരു സൂചന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായി എന്ന് പറയുന്നു. അന്ന് ഇങ്ങനെ ഒരു ആരോപണമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം ആയിട്ട് ഇത് പൊട്ടിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് തിരിച്ചറിഞ്ഞ സതീശൻ അത് ചെയ്താൽ തിരിച്ചങ്ങോട്ട് അതിനേക്കാൾ വലിയത് പൊട്ടിക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ആ ചിത്രം അങ്ങേയറ്റം ഈ രീതിയിലേക്ക് ആക്കണ്ട എന്നൊരു മുന്നറിയിപ്പ് കൊടുത്തതായിട്ടും അത് ഇരുകൂട്ടരും അംഗീകരിച്ചതായിട്ടുമൊക്കെ ചില സൂചനകളുണ്ട്. അതെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് കിട്ടിയൊരു ഒരു 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 ത്രെഡാണത്. അപ്പോൾ അതെങ്ങനെയായിരിക്കുമെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ എന്തോ ഉണ്ടായിട്ടുള്ളതായിട്ട് പറയുന്നു. അന്ന് മുതലേ ഇത് എയറിലുണ്ട്. അത് വളരെ ചില കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ വളരെ അടുത്ത ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉള്ള ഒരു സംഗതിയാണ്. 100% ഞാൻ ആധികാരികമായിട്ടൊന്നും അല്ല പറയുന്നത്. താങ്കൾ ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് പറഞ്ഞൊന്നു മാത്രം. അങ്ങനെയാണെങ്കിൽ ശ്രീ ജോർജ് പൊടിപ്പാറ, അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും അത് വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാനോ മാനേജ് ചെയ്യാനോ ഒക്കെ പറ്റുമോ? VD സതീശൻ പരസ്യമായി പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന് അതിൽ നിന്ന് പിന്നാക്കം പോകാൻ പറ്റില്ലല്ലോ. അത് പറ്റില്ല. ഇനിയിപ്പോൾ ഒരു കോംപ്രമൈസ് കൊണ്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കാവുന്നതിൻ്റെ മാക്സിമം സാധനങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇനി പാർട്ടിയെ രക്ഷിക്കുക, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൊണ്ട് പാർട്ടിക്കുണ്ടായ ഒരു ഡാമേജ്, ഒരു രക്ഷാപ്രവർത്തനമാണ് ഇനി അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളത്. അതാണ് ഞാൻ പറഞ്ഞൊരു കൗണ്ടർ ബാലൻസിങ്. അതായത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ് അവൻ്റെ ശക്തനായ എന്താ പറയുക സമരമുഖങ്ങളിലെ നായകൻ, അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലെ എന്താ പറയുക ഗർജിക്കുന്ന സിംഹം, ഇങ്ങനെയാണ്, ഇതാണ്, ഇത് ഒരു ഓലപ്പാമ്പായിരുന്നു, അയാളുടെ യഥാർത്ഥ സ്വഭാവം ഇതാണ് എന്ന് ലോകം കാണുന്നു എന്നുള്ളത് പാർട്ടിക്കുണ്ടാക്കിയൊരു വലിയ ഡാമേജ് ഉണ്ട്. ആ ഡാമേജ് പാർട്ടി മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള പല സിംഹങ്ങളും അപ്പുറത്തുണ്ട്. ആ സിംഹങ്ങളും ഈ സിംഹത്തെക്കാൾ ഒട്ടും മോശമൊന്നും അല്ല. അതുകൊണ്ട് ഇത് ഈ പാർട്ടിയുടെ മാത്രമല്ല, ആ പാർട്ടിയുടെയും കഥയൊക്കെ ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ആരോപണങ്ങളും എല്ലാ ആക്ഷേപങ്ങളും കോൺഗ്രസിൻ്റെ മീതെ മാത്രം വേണ്ട എന്ന ഒരു കൗണ്ടർ ഡിഫൻസ് ഉണ്ടല്ലോ. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ രാഷ്ട്രീയത്തിൽ ബാലൻസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ വിശ്വസിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൃത്യമായിട്ട് അറിയുന്നുണ്ട് ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ഷാഫി പറമ്പിലിനേക്കാൾ ഈ പറഞ്ഞ ആരോപണങ്ങളിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയത്തിലൂടെ, ആരോപണം ഉന്നയിച്ചത് CPM-കാരല്ല BJP-കാരല്ല, പക്ഷേ ഈ ആരോപണത്തിലൂടെ യഥാർത്ഥത്തിൽ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യണമെന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയമായിട്ട് അത് ഒരു ഹൈഡ്രജൻ ബോംബാക്കി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ മാരകമായ പ്രഹരശേഷി പൂർണ്ണമായിട്ടും കൈവരണമെങ്കിൽ ഈ അറ്റാക്കിൽ ആര് വീഴണം? VD സതീശൻ വീഴണം. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിലെയും UDF-ലെയും ചോദ്യം ചെയ്യപ്പെടാത്ത നായകനായി VD സതീശൻ അദൃശ്യനായി നിൽക്കുന്നൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വം, അദ്ദേഹത്തിൻ്റെ നായകത്വം അത് ചോദ്യം ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ നേട്ടം. ആ രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നത് എന്ന് മറ്റാരേക്കാൾ VD സതീശൻ മനസ്സിലാക്കുന്നുണ്ട്. അല്ല, ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കൾ അനുമാനിക്കുന്നത് പോലെ അല്ലെങ്കിൽ താങ്കൾക്ക് കിട്ടിയിരിക്കുന്ന സൂചനകളെ വിശ്വസിക്കാമെങ്കിൽ, ഞാൻ കൂടുതൽ ചോദിച്ച് താങ്കളെ കുഴപ്പത്തിലാക്കുന്നില്ല. ഇല്ല, ഞാൻ പറയാനും തയ്യാറല്ല. അതെ, ഒരു യുവമന്ത്രിയെ ഉന്നം വെച്ചാണ്
ഈ വരാനിരിക്കുന്ന കേരളം ഞെട്ടുന്ന വാർത്ത എന്ന ഒരു പ്രതികരണം പ്രതിപക്ഷ നേതാവ് നടത്തിയതെങ്കിൽ അത് ഇപ്പോൾ ഈ പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന, കോൺഗ്രസിന് ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജിനെ മറികടക്കാനും അതേസമയം തന്നെ കോളിളക്കം ഉണ്ടാക്കുന്ന മറ്റൊരു സംഭവത്തിലേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ ശ്രദ്ധ തിരിക്കാനും പാകത്തിലൊന്നായി അതിനെ അവതരിപ്പിക്കും എന്നാണ് താങ്കൾ കരുതുന്നത് അല്ലെ ശ്രീ ജോർജ് പൊടിപ്പാറ? അങ്ങനെയാണെങ്കിൽ നേരത്തെ ശ്രീ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞൊരു അപകടം അതിനകത്തുണ്ടല്ലോ. മുൻകൂട്ടി പറഞ്ഞതിലൂടെ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇതിന് പിന്നിൽ ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ടെന്നും ഇതിന് പിന്നിൽ ചിലർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുമൊക്കെ എളുപ്പത്തിലൊരു ഡിഫൻസ് എടുക്കാൻ മറുഭാഗത്തിന് കഴിയില്ലേ? അല്ല, എളുപ്പത്തിൽ ഡിഫൻസ് എടുത്താലും അനിഷേധ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിവില്ലാത്തതുകൊണ്ടോ അദ്ദേഹത്തിന് വാചാലതയില്ലാത്തതുകൊണ്ടോ അല്ലല്ലോ. ചില കാര്യങ്ങളിൽ എത്രയൊക്കെ കഴിവുണ്ടെങ്കിലും എത്രയൊക്കെ വാദമുഖങ്ങൾ ഉന്നയിച്ചാലും അനിഷേധ്യമായ തെളിവുകളാണെങ്കിൽ അത് നിഷേധിക്കാൻ പറ്റില്ല. പൊതുസമൂഹത്തിനെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. അത്തരം തെളിവുകളുമായിട്ടാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ പൊസിഷനിലിരുന്നു കൊണ്ട് അദ്ദേഹം ഇന്ന് നടത്തിയ അതൊരു പൊയ്വടിയാകാൻ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ ഒരു പൊയ്വടിയാണ് വി ഡി സതീശൻ പറയുന്നതെങ്കിൽ ഞാൻ പറയുന്നു രാഷ്ട്രീയമായിട്ട് വി ഡി സതീശൻ ഫിനിഷ്ഡ് ആണ്. സജീവൻ സാർ കേൾക്കുന്നുണ്ടല്ലോ, ഒരു യുവമന്ത്രിയെ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരിക്കും വരാനിരിക്കുന്നത് എന്ന അത്ര വലിയൊരു റിസ്ക് എടുക്കാൻ വി ഡി സതീശൻ തയ്യാറാകുമോ? ഒരു ഉണ്ടയില്ല അതാണ് ഇവിടെ ശ്രീജിത്ത് പണിക്കറൊക്കെ പറഞ്ഞത്. അത് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഈ രാഷ്ട്രീയത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പൂർവ്വകാല പ്രവർത്തന രീതികൾ, പ്രതികരണ സ്വഭാവം ഒക്കെ കണ്ടാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെ ആക്കിയത്. ചിലരെങ്കിലും നെറ്റി ചുളിക്കുന്നുണ്ടാകും എന്തിനാണ് ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതിനകത്തൊരു കാരണം, അത് വി ഡി സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോടും കേരളത്തിന്റെ പൊതുസമൂഹത്തിനോടും പറയുകയാണ് കേരളം ഞെട്ടാൻ പോകുന്ന ഒരു വാർത്ത വരാനിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിനകത്ത് കൗതുകം എന്നതിനപ്പുറത്ത് അതിൽ വളരെ ഗൗരവത്തിലുള്ള ചില അംശങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ സജീവൻ സാറിലേക്ക് കൂടി ഒന്ന് പോകട്ടെ ശ്രീ ജോർജ് പൊടിപ്പാറ. ഒറ്റ പോയിന്റ് കൂടി പറയാനുണ്ട്. ശരി പറഞ്ഞോളൂ. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടതിനകത്ത് ഈ പറഞ്ഞ രാഹുലിനെ ക്രൂശിക്കണം, രാഹുലിനെ പുറത്താക്കണം എന്നൊക്കെയുള്ള വനിതാ നേതാക്കളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതും വി ഡി സതീശൻ ഒരു നിലപാടെടുത്തതിന് ശേഷമാണ് അവർക്കൊക്കെ അതിനുള്ളൊരു ആത്മവിശ്വാസം കൂടുതൽ കിട്ടിയത് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യണ്ടേ? പാർട്ടിയെ ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരകയറ്റും? പാർട്ടിയെ ഈ പറഞ്ഞ ആ ഒരു കീഴടങ്ങിയ അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ വല്ലാതെ തളർന്നൊരവസ്ഥയിൽ നിന്ന് പാർട്ടിയുടെയും പാർട്ടി പ്രവർത്തകരുടെയും ആ ഒരു ആത്മവിശ്വാസം വീണ്ടെടുക്കണ്ടേ? ആ ദൗത്യം ഇതുവരെ വേറെ ഏതെങ്കിലും നേതാക്കൾ നിർവഹിച്ചോ? ഇപ്പോൾ ഇന്ന് വി ഡി സതീശൻ, അതാണ് വി ഡി സതീശന് വരുന്നൊരു പ്രശ്നം. നമ്മൾ നേരത്തെ പലപ്പോഴും നമ്മൾ കണ്ടു, അവസാനം എല്ലാവരും പറയും വി ഡി സതീശനായിരുന്നു ശരി. അൻവറിനെ ഒഴിവാക്കിയ ഘട്ടത്തിൽ എന്തുമാത്രം വിമർശനങ്ങൾ. അതെല്ലാം ശരിയാണ്. ഓക്കെ, ഞാനൊരു ഇടവേള എടുക്കുന്ന സജീവൻ സാർ, ഞാൻ തിരിച്ചു വരും ഇടവേളയ്ക്ക് ശേഷം. സജീവൻ സാർ, ചർച്ച തുടങ്ങിയ പോലെ ആ ഘട്ടത്തിലല്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട സൂചനകൾ വന്നിരിക്കുന്നു. ഒന്ന്, ബി ജെ പിയെ സംബന്ധിച്ചാണെങ്കിൽ BJP കോർ കമ്മിറ്റി അംഗം എന്ന സൂചന. രണ്ട്, CPM സംബന്ധിച്ചാണെങ്കിൽ ഒരു യുവമന്ത്രിക്കെതിരെ എന്ന് ശ്രീ ജോർജ് പൊടിപ്പാറ നൽകിയ ഒരു സൂചന. ഇനി താങ്കൾ പറയൂ. ഈ രണ്ട് സൂചനകളും ഒരുപക്ഷെ ശരിയായിരിക്കാം, അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. കൃത്യമായ തെളിവുകളുണ്ടെങ്കിൽ ശ്രീജിത്ത് നേരത്തോട് പറഞ്ഞ പോലെ ആർക്കൊക്കെ എതിരെ കൃത്യമായ തെളിവുകളുണ്ടെങ്കിൽ അവരൊക്കെ ശിക്ഷയ്ക്ക് വിധേയരാവേണ്ടവരാണ്, നടപടിക്ക് വിധേയരാവേണ്ടവരാണ്. അതിലൊരു സംശയമില്ല. പക്ഷേ ഇവിടെ ഒരു മുൻകൂട്ടി അറിയുന്ന രീതി ഒരിക്കൽ പോലും ആശാസ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് പൊടിപ്പാറ പറഞ്ഞതുപോലെ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നും ഞാൻ കരുതുന്നില്ല. കാരണം താൻ ആഗ്രഹിക്കുന്ന കസേര സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഞാനിത് പറയുന്നത്. ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് മുന്നണിയെ നയിക്കാൻ KC വേണുഗോപാൽ രംഗത്തിറങ്ങണം എന്ന് പറഞ്ഞു. അതായത് വി ഡി സതീശൻ നയിച്ചാൽ ഒരു പക്ഷേ മുന്നണിക്ക് വേണ്ടത്ര ഗുണം കിട്ടില്ല എന്നുള്ള സൂചനയാണ് അത്. അതുകൊണ്ട് KC വേണുഗോപാലിനെ ഇവിടേക്ക് ക്ഷണിക്കുന്ന മുസ്ലിം ലീഗ് പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ താൻ ആഗ്രഹിക്കുന്ന ഒരു കസേര നഷ്ടപ്പെടാതിരിക്കാൻ കൃത്യമായിട്ടുമുള്ള ഒരു മുന്നോട്ടേക്കെറിയൽ മാത്രമാണ് ഇപ്പോൾ വി ഡി സതീശൻ നടത്തിയത്. ഇനി അദ്ദേഹം നടത്തിയത് വ്യാജമാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പക്ഷേ അത് തെളിവുണ്ടെങ്കിൽ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ എന്തായാലും അതിൽ പെട്ട ആളുകൾ, സ്ത്രീവിരുദ്ധരായിട്ടുള്ള ആളുകൾ, അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് പക്ഷേ അദ്ദേഹം തെളിവുമായിട്ടാണ് രംഗത്ത് വരേണ്ടത്. സത്യത്തിൽ അദ്ദേഹമല്ല തെളിവുമായിട്ട് വരേണ്ടത്. ഇതിന് വിധേയരായിട്ടുള്ള ഇരകളുണ്ടല്ലോ, അവരാണ് സത്യത്തിൽ കൊണ്ടുവരേണ്ടത്. അതിനൊപ്പം നിൽക്കുകയായിരുന്നു
സതീശൻ ചെയ്യേണ്ടിയിരുന്നത്. അല്ല അദ്ദേഹം തെളിവ് തേടി പോകുന്നതിൽ ഒരു 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 വേണമെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് കൃത്രിമമായിട്ടുള്ള രേഖ ഉണ്ടാക്കലാണ് എന്ന് പറയാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. ശ്രീജിത്ത്, അല്ല നോക്കൂ, ഇതില് മറ്റുള്ളവർക്കെതിരെയും പെണ്ണ് കേസ് വന്നാൽ എല്ലാവരും തുല്യരായി, അപ്പൊ പിന്നെ നാണക്കേടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് ധാർമ്മികമല്ല, അത് ശരിയായിട്ടുള്ള ഒരു ഡിഫൻസുമല്ല. എല്ലാവരും ഒരേപോലെ നാറ് നിൽക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ ഏറ്റവും കുറവ് നാറ്റമുള്ളയാളിനെ പൊതുജനം സ്വീകരിക്കുക, വോട്ടർമാർ സ്വീകരിക്കുക എന്നതൊന്നും തന്നെ ഒരു സ്ട്രാറ്റജി ഒന്നുമല്ല. ഇനി ഈ ചർച്ചയിൽ തന്നെ ശ്രീ പൊടിപ്പാറ സൂചിപ്പിച്ച കാരണങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന ആൾക്കാർ, ഈ വിഷയങ്ങളൊക്കെ ആധികാരികമായിട്ട് നാളെ പുറത്തു വന്നു എന്ന് തന്നെ കരുതുക. അപ്പൊ അങ്ങനെ കരുതിയാൽ പോലും ഈ വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ അറച്ചു വെച്ചിട്ടും അതിനെക്കുറിച്ച് മുമ്പ് പറയാതെ അവസരം നോക്കി മാത്രമാണ് ഇതൊക്കെ പുറത്ത് പറയുന്നത് എന്ന രീതിയിലത്തേക്ക് ശ്രീ സതീശനെതിരെ ആരോപണം ഉയരാനും അദ്ദേഹത്തിന്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടാനുമുള്ള സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഇത് പറഞ്ഞിട്ടത് ചെയ്യുക എന്ന് പറയുന്നത് സിനിമയിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അവിടെ മാത്രമേ അതിന് സ്വീകാര്യതയുള്ളൂ. ഒരു പൊതുപ്രവർത്തകനത് സ്വീകാര്യതയുള്ളതല്ല. ഞാൻ കരുതുന്നത് ഈ സമയത്ത് ശ്രീ സതീശൻ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കോട്ടെ, പക്ഷെ അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ കാര്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നില്ല. അദ്ദേഹം പാർട്ടിക്ക് മാത്രം ആൻസറബിൾ ആണോ, അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പാലക്കാടുള്ള ആ മണ്ഡലത്തിലെ അമ്മബന്ധന്മാർക്കടക്കം അവരുടെ MLA ഒരു വിശ്വാസം അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധ്യം, ഈ കാര്യങ്ങൾ ഉണ്ടാകേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഒരു മാതൃക ഇടയ്ക്കൊരു കാര്യം, 2 വട്ടമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്താ സമ്മേളനം മാറ്റിവെച്ചത് കഴിഞ്ഞ ദിവസം. തീർച്ചയായിട്ടും 2 തവണ മാറ്റിവെച്ചു. അതൊരു പക്ഷേ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നിരിക്കാം. പിന്നീട് അദ്ദേഹം പുറത്തു വന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ പോലും പല ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതിൽ ഒരെണ്ണത്തിനെ കുറിച്ച് മാത്രം വിശദീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അത് വളരെ ദുർബലവുമായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, PV അൻവറിന്റെ ഒരു മാതൃകയുണ്ട്. അദ്ദേഹം രാജിവെച്ച് പോയതിനു ശേഷം തുടർച്ചയായിട്ട് ഒന്നിലധികം വിശദീകരണ യോഗങ്ങൾ അദ്ദേഹം നടത്തി എന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ചെയ്യേണ്ടതല്ലേ സത്യത്തിൽ? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സെലക്റ്റീവായിട്ട്, ഇപ്പോൾ ഗോപി പറഞ്ഞതുപോലെ 2 തവണ ഇത് മാറ്റിവെച്ചതിന് ശേഷം ഒരു പത്രസമ്മേളനം നടത്തി അതിൽ ഒരു വിഷയത്തിൽ മാത്രം പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും ചുരുങ്ങിയത് ആരോപണ വിധേയനായ ഉടൻ തന്നെ മുകേഷ് രാജിവെക്കണം എന്ന് യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പവും ഇല്ലാതെ പറഞ്ഞ രാഹുൽ, ആരോപണ വിധേയനായി നിൽക്കുന്ന താൻ എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്നെങ്കിലും പാലക്കാട്ടെ മണ്ഡലത്തിലെ ജനങ്ങളോട് പറയേണ്ടതാണ്. അപ്പൊ അതിന് അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് സതീശൻ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതിന്റെ ഒരു ഭാഗത്ത് ഈ പറയുന്ന വെല്ലുവിളികളോ ആംഗ്യങ്ങളോ പ്രകടനങ്ങളോ ഒക്കെ നടക്കട്ടെ. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ കുറെ കാലമായിട്ട് നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടും കോൺഗ്രസ് ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന രീതിയിലുള്ള കടുത്ത വിമർശനം കൂടിയുള്ള ആളാണ് ഞാൻ. അപ്പൊ ഈ വിഷയത്തിലാണെങ്കിലും കോൺഗ്രസ് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ, ഈ പറയുന്നത് പോലെയുള്ള ആംഗ്യമൊക്കെ കാണിച്ച് സംസാരിക്കാനായിട്ട് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ. പക്ഷെ അതിനോടൊപ്പം കോൺഗ്രസിന് മേൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരോപണത്തിന്റെ ആ ഒരു മാലിന്യം അത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ ഇനിയുള്ള നടപടികൾ അത് സുതാര്യമായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കേവലം ഒരു പാർട്ടി പ്രവർത്തകനോ സസ്പെൻഷനുള്ള പാർട്ടിക്കാരനോ അല്ല, ജനപ്രതിനിധിയാണ്. അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഭരണപക്ഷത്ത് ഒരു യുവ മന്ത്രിക്ക് നേരെ ഒരുപക്ഷെ ആരോപണം ഉയർന്നേക്കാം എന്നാണ്. ആ കഥ ഇപ്പൊ കേരളത്തിൽ പാട്ടാ. പൊടിപാർ സാറെ ആ മന്ത്രിയുടെ പേര് പറയണമായിരുന്നു. കാരണം ആ ബോംബ് അങ്ങയുടെ കയ്യിലിരുന്ന് പൊട്ടിയാനെ. അതിന് കാരണം എന്താ അറിയോ? സ്വർണവുമായി ബന്ധപ്പെട്ടൊരു കഥയിലെ ഒരു നായിക എല്ലാവരാലും അവഗണിക്കപ്പെട്ട് എവിടെയോ കഴിയുന്നു. അദ്ദേഹത്തിന് ഈ അടുത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹമായിട്ട് ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന 2 പേർ, അവർ മാധ്യമപ്രവർത്തകരെന്ന് പറയുന്നു, എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല, സമീപിച്ച് ഒരു ബോംബുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പൊട്ടിച്ചേരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അവർ സമ്മതിച്ചോ ഇല്ലെന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ കേരളത്തിലെ സമൂഹത്തിന് മുമ്പിൽ ഇപ്പോൾ ചോദ്യചിഹ്നം എന്താണ്? ഇതിനൊക്കെ കാരണക്കാരൻ ആരാണ്? ഇതിനൊക്കെ കാരണക്കാരനായിരിക്കുന്നത്, അതായത് ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അധമനായ പ്രവൃത്തി ചെയ്ത, സ്ത്രീകളെ വേട്ടയാടി, സ്ത്രീകളെ നശിപ്പിച്ച്, ഗർഭചിത്രം വരെ വരുത്തി, കൊലപാതകം വരെ ഭീഷണി വരെ നടത്തിയ ഈ യുവ MLA ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന്, തനിക്ക് നേരത്തെ സൂചനകൾ കിട്ടിയിട്ട് പോലും അത് ഇതുപോലെ വളർത്തിക്കൊണ്ടുവന്ന് നിയമസഭയിൽ പോലും പ്രവേശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് മാറാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഒഴിയാൻ പറ്റുമോ? ഗോപീഷ്, അതാണ് കേരളം ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. അതിൽ നിന്ന് അദ്ദേഹം ഇപ്പൊ ആ പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. 20,000-ഓളം ഇമെയിലുകൾ ഈ പാർട്ടിയുടെ ഹൈക്കമാൻഡിൽ ചെന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയും 24 ചാനലിലാണ് ഞാൻ കണ്ടത്, പറഞ്ഞിരിക്കുന്നു ഇയാളോട് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ഇയാളെ സംരക്ഷിച്ച് നിർത്തി ഈ രീതിയിൽ വഷളാക്കി കേരളീയ പൊതുസമൂഹത്തിന് എക്കാലത്തെയും വലിയ അധപതനത്തിന്റെയും കേരളീയ പൊതുസമൂഹത്തിന് നാണക്കേടിന്റെയും കേരളത്തെ നമ്മൾ ആർജിച്ചെടുത്ത സംസ്കാരത്തിന്റെയും സ്ത്രീ സുരക്ഷയുടെയും എല്ലാം കടക്കൽ കത്തികയറ്റിയ ഈ മനുഷ്യനെ സംരക്ഷിച്ച് ഈ നിലയിലെത്തിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്
അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ? ചോദ്യം ജനങ്ങളുടേതാണ്. അതിന് അദ്ദേഹം ബോംബുമായിട്ട് വരും, നാളെ വരും, മറ്റന്നാളായിട്ട് വരും എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബലഹീനത കൊണ്ടാണ്. ഞാൻ ഇങ്ങനെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ഇന്നുവരെ കണ്ടിട്ടില്ല. ഏതായാലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്നതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ കാണേണ്ട ഒന്നായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് കേരളത്തെ നടുക്കും അല്ലെങ്കിൽ ഞെട്ടിക്കും വരാനിരിക്കുന്ന വാർത്ത എന്ന അദ്ദേഹത്തിന്റെ പരാമർശം. ആ വാർത്ത വരട്ടെ, അത് എന്ത് ഞെട്ടലുണ്ടാക്കും, ആരെയൊക്കെ പരിക്കേൽപ്പിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.